ഇന്നലെ, അതായത് 2024 സെപ്റ്റംബർ 1 KJ ബേബി അന്തരിച്ചു. സാഹിത്യകാരനാണ്. ഗോത്രവിഭാഗത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. ജനിച്ചത് കണ്ണൂരിലാണെങ്കിലും വയനാട്ടിലെ പ്രസിദ്ധ കലാകാരനാണ്. ഗദ്ദിക PK കാളൻ്റെ ആണെങ്കിലും ഇദ്ദേഹം നാട്ടുഗദ്ദിക എന്ന നാടകത്തിലൂടെ പ്രസിദ്ധനായി. അദ്ദേഹത്തിൻ്റെ മാവേലി മന്റം കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുരസ്കാരം 1994 നേടി. അദ്ദേഹത്തിൻ്റെ ഈ അടുത്തിടെയൊക്കെ ചോദിച്ച PSC പ്രീവിയസിനെ ബേസ് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ KJ ബേബി അദ്ദേഹം ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ മാവിലായിയിലാണ്. കണ്ണൂർ ജില്ലയിലെ മാവിലായി. ജനിച്ച വർഷം 1954 ഫെബ്രുവരി 27. 1954 ഫെബ്രുവരി 27 കണ്ണൂർ ജില്ലയിലെ മാവിലായി. കണ്ണൂർ ജില്ലയിലെ മാവിലായി. ഇദ്ദേഹം ജനിച്ചത് കണ്ണൂർ ജില്ലയിലാണെങ്കിലും 1973 അദ്ദേഹം വയനാട്ടിലേക്ക് കുടിയേറി. ഇദ്ദേഹം വയനാടൻ മേഖലയിൽ ആരംഭിച്ച ഗോത്രവിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, ഗോത്രവിഭാഗങ്ങളെ സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ച ഒരു ബദൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അറിയപ്പെടുന്ന പേര് കനവ്. മറക്കരുത്, കനവ്. ബദൽ വിദ്യാഭ്യാസ സമ്പ്രദായം അറിയപ്പെട്ട പേര് കനവ്. ഇത് ആരംഭിച്ചത് 1994. കനവ് എന്ന ബദൽ വിദ്യാഭ്യാസ പരിപാടി വയനാട്ടിൽ ആരംഭിച്ചത് KJ ബേബി വർഷം 1994. എന്നാൽ 2006 ആയപ്പോൾ ഈ കനവിൽ തന്നെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് എന്ത് ചെയ്തു? ഒരു പൂർവ്വ വിദ്യാർത്ഥി ട്രസ്റ്റ് രൂപീകരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ട്രസ്റ്റ്. ഈ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കനവ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ 2006 ഈ പൂർവ്വ വിദ്യാർത്ഥി ട്രസ്റ്റ് രൂപീകരിച്ചതും കനവിൻ്റെ ദൗത്യം ഏറ്റെടുത്തതും. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി ട്രസ്റ്റ് ഏകദേശം 24ഓളം കുട്ടികൾ, അതിനകത്ത് 24ഓളം അവിടെ പഠിച്ച ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ അറിയപ്പെടുന്നത് പൂർവ്വ വിദ്യാർത്ഥി ട്രസ്റ്റ് എന്നാണ്. ഈ ട്രസ്റ്റാണ് കനവ് എന്ന ഗോത്രവിഭാഗത്തിലെ വിദ്യാഭ്യാസ പരിപാടികൾക്ക് ഈ കനവിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ പൂർവ്വ വിദ്യാർത്ഥി ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ആദിവാസി വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിൽ കാട്ടുനായ്ക്കർ എന്ന വിഭാഗത്തിൻ്റെ കഥ വിവരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ പുറത്തിറങ്ങി. ആ സിനിമയുടെ പേരാണ് ഗുഡ. എന്താണ് പേര്? ഗുഡ. അപ്പോൾ ഗുഡ എന്ന സിനിമ അതിൽ വിവരിക്കുന്നത് വയനാട്ടിലെ കാട്ടുനായ്ക്കരുടെ എന്ന ഗോത്രവിഭാഗത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഈ ഗുഡ എന്ന സിനിമ പുറത്തിറങ്ങുവാൻ കാരണക്കാർ നമ്മുടെ കനവ് എന്ന വിദ്യാഭ്യാസ പദ്ധതിയെ ഇപ്പം നയിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി ട്രസ്റ്റ്. നേതൃത്വം കൊടുത്തത് പൂർവ്വ വിദ്യാർത്ഥി ട്രസ്റ്റ്. ഇനി അടിയന്തരാവസ്ഥ കാലത്താണ് ഇദ്ദേഹം നാട്ടുഗദ്ദിക എന്ന നാടകം രചിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നത്. 1881 ഇത് പ്രചരിപ്പിച്ചു തുടങ്ങിയ സമയത്ത് ഇദ്ദേഹത്തെ കോഴിക്കോട് വെച്ച് ഇതിൻ്റെ സംഘാടകരെ അറസ്റ്റ് ചെയ്തു. 1981 നാട്ടുഗദ്ദിക എന്ന നാടകം അവതരിപ്പിച്ച അണിയറ പ്രവർത്തകരെ കോഴിക്കോട് വെച്ച് എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. ഇതിനെ തുടർന്ന് 1993 ഈ നാടകം വീണ്ടും പുനരാവിഷ്കരിച്ചു. വയനാട് സാംസ്കാരിക വേദിയാണ് ഇതിനെ പിന്നീട് അവതരിപ്പിച്ചത്. വയനാട് സാംസ്കാരിക വേദിയാണ് നാട്ടുഗദ്ദിക എന്ന നാടകത്തെ അവതരിപ്പിക്കുന്നതിന് മുൻനിരയിൽ പ്രവർത്തിച്ചത്. വയനാട് സാംസ്കാരിക വേദി. ഇതിൽ 18 കലാകാരന്മാർ ഉൾപ്പെടുന്നു. അപ്പോൾ നാട്ടുഗദ്ദിക എന്ന നാടകം രചിച്ചത് KJ ബേബി. ശേഷം മഞ്ഞുമലൈ മക്കൾ. എന്തിനാണ് മഞ്ഞുമലൈ മക്കൾ? ഈ അവതരണ സംഘത്തിലൂടെയാണ്
93 ഇത് പരക്കെ വ്യാപിപ്പിച്ചത്, നാട്ടുഗദ്ദിക എന്ന നാടകത്തെ പരക്കെ വ്യാപിപ്പിച്ചത് മഞ്ഞുമലൈ മക്കൾ എന്ന അവതരണ സംഘത്തിലൂടെയാണ് ഇതിനെ വ്യാപകമാക്കിയത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ആദിവാസി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്രമാണ് ഗുഡ. ആദിവാസി ഭാഷ, കാട്ടുനായ്ക്കളുടെ ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്രമാണ് ഗുഡ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് മാവേലി മന്ഡം. PSC പ്രീവിയസ് ആണ്. മാവേലി മന്ഡം രചിച്ചത് KJ ബേബി. ഇതിന് 1994 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഏത് കൃതിക്ക്? മാവേലി മന്ഡം. ഇനി മറ്റൊരു പ്രസിദ്ധ കൃതിയാണ് ബസ്പുർഖാന. എന്താണ് പേര്? ബസ്പുർഖാന. അപ്പോൾ KJ ബേബിയുടെ വളരെ പ്രധാനപ്പെട്ട കൃതി ഒന്ന് മാവേലി മന്ഡം, മറ്റൊന്ന് ബസ്പുർഖാന, അടുത്തൊന്ന് ഗുഡ് ബൈ മലബാർ. ഏതാണ് പുസ്തകം? ഗുഡ് ബൈ മലബാർ. ഇനി ഒരു പുസ്തകം അപൂർണ. ഇതൊരു നാടകമാണ്, അപൂർണ എന്ന നാടകം. ഇത് ആരുടേതാണ്? KJ ബേബി. അപ്പോൾ നാട് എൻ വീട് വയനാട്, നാട് എൻ വീട് വയനാട് എന്ന ഗാനം രചിച്ചതാര്? KJ ബേബി. നാട് എന്നാട് വയനാട് എന്ന ഗാനം രചിച്ചത് ആരാണ്? KJ ബേബി. അപ്പോൾ KJ ബേബി അന്തരിച്ചതെന്നാണ്? 2024 സെപ്റ്റംബർ 1 വയനാട്ടിൽ വെച്ചാണ് അന്തരിച്ചത്. 2024 സെപ്റ്റംബർ 1. അപ്പോൾ KJ ബേബിയെക്കുറിച്ചുള്ള ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക. ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിലേക്കും ബൈ.